യോഗീശ്വരനായ കർദമൻ്റെ പ്രിയപത്നിയും ഭഗവാനായ കപിലൻ്റെ മാതാവുമായിരിക്കുന്ന ദേവഹൂതി കപില ഭഗവാന്റെ ഉപദേശ ശ്രവണത്താൽ ദേഹാത്മഭാവനയാകുന്ന സമ്മോഹത്തിൽ നിന്നും മുക്തയായി. പ്രകൃതി, പുരുഷൻ, ഈശ്വരൻ ഈ മൂന്ന് വിഭാഗങ്ങളെ നന്നായി അറിയുന്ന ജ്ഞാനികളുടെ ആശ്രയമായിരിക്കുന്ന പരമഗുരുവായ കപിലനെ നമസ്കരിച്ചിട്ട് സ്തോത്രം ചെയ്യുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിൽ 33-ാം അധ്യായത്തിലെ 3 മുതൽ 9 വരെയുള്ള 7 ശ്ലോകങ്ങൾ. ദേവഹൂതിരുവാച അദാപ്യജോന്തസ്സലിലേശയാനം ഭൂതേന്ദ്രിയാർത്ഥാത്മമയം വപുസ്തേ ഗുണപ്രവാഹം സദശേഷബീജം ദദ്യൗ സ്വയം യജ്ജഠരാബ്ജജാതഃ. ഹേ ഭഗവൻ, സകല ലോകവും വിലയത്തെ പ്രാപിക്കുകയും അങ്ങ് കാരണജലത്തിൽ ശയിക്കുകയും ചെയ്തു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അങ്ങയുടെ നാഭിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ നിന്നുണ്ടായ സാക്ഷാൽ ബ്രഹ്മദേവൻ കാരണജലത്തിൽ ശയിക്കുന്നതും സകല ലോകങ്ങളുടെ പരമകാരണവും സത്യാദി ഗുണങ്ങളുടെ സൗമ്യാവസ്ഥയിൽ ഇരിക്കുന്ന പ്രകൃതിയുടെ ആശ്രയവും ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അർത്ഥങ്ങൾ, ആത്മാക്കൾ എന്നിവയുടെ സ്വരൂപത്തിൽ ഇരിക്കുന്നതുമായ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിച്ചു. 2-ാമത്തെ ശ്ലോകം. സ ഏവ വിശ്വസ്യ ഭവാൻ വിദത്തേ ഗുണപ്രവാഹേണ വിഭക്തവീര്യഃ സ്വർഗാദ്യനീഹോ വിദതാഭിസന്ധീരാത്മേശ്വരോദർക്യ സഹസ്രശക്തിഃ. ഗുണങ്ങളുടെ പ്രവാഹത്താൽ വിഭാഗിക്കപ്പെട്ട വീര്യത്തോടുകൂടിയവനും സബലമായ സങ്കല്പത്തോടുകൂടിയവനും ജീവാത്മാക്കളുടെ ഈശ്വരനും ഊഹിപ്പാൻ പോലും അശക്യമായിരിക്കുന്ന അനേക ശക്തിയോടുകൂടിയവനും നിഷ്ക്രിയനുമായ ആ ഭവാൻ തന്നെ ഈ ലോകത്തിൻ്റെ സൃഷ്ട്യാദി വ്യാപാരത്തെ ചെയ്യുന്നു. 3-ാമത്തെ ശ്ലോകം. സത്വം മൃദോ മേ ജഠരേണ നാദ കഥം നുയസ്യോദരയേ ദദാസീത് വിശ്വം യുഗാന്തേ പടപത്രയേ ഗഹ ശേദേ സ്മമായ ശിശുരംഘ്രിപാനഃ. ഹേ നാദ, യുഗാന്തത്തിൽ ഈ ലോകം ആരുടെ ജഠരത്തിൽ അടങ്ങിയിരിക്കുന്നുവോ ആ അങ്ങ് മായാവിലാസത്താൽ ഒരു ശിശുരൂപത്തെ ധരിച്ച് ബാലസ്വഭാവത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ പാദാങ്കുഷ്ടത്തെ പാനം ചെയ്തുകൊണ്ട് വടപത്രത്തിൽ ശയിച്ചുവല്ലോ. അപ്രകാരമുള്ള ഭഗവാൻ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ ശയിച്ചത്? അവിടുത്തെ ഓരോ ചേഷ്ടയുടെയും മാഹാത്മ്യത്തെയും അതിശയത്തെയും വർണ്ണിപ്പാൻ അസാധ്യം. 4-ാമത്തെ ശ്ലോകം. ത്വം ദേഹതന്ത്രപ്രശമായ പാപ്മനാം നിദേശഭാജാം ച വിഭോ വിഭൂതയേ യഥാവതാരാസ്തവ സൂകരാദയസ്തദായമപ്യാത്മപദോപലബ്ധയേ. ഹേ പ്രഭോ, ഞാൻ അങ്ങയെ ഗർഭത്തിൽ ധരിച്ചതല്ല. അങ്ങ് സ്വേച്ഛയാൽ ദേഹത്തെ ധരിക്കുന്നത് സാധാരണമാണല്ലോ. ലോകത്തെ ഉപദ്രവിക്കുന്ന പാപികളെ സംഹരിപ്പാനും അങ്ങയുടെ ആജ്ഞയായ വേദമാർഗത്തെ അനുസരിച്ച് നടക്കുന്ന സജ്ജനങ്ങളെ അനുഗ്രഹിച്ച് അവർക്ക് ഐശ്വര്യത്തെ അഭിവൃദ്ധിപ്പെടുത്താനും വേണ്ടി സൂകരാദികളായ അവതാര രൂപങ്ങളെ അംഗീകരിച്ചതുപോലെ ആത്മസ്വരൂപത്തെ അറിവാനുപകരിക്കുന്ന മാർഗത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ഈ അവതാരത്തെയും അങ്ങ് സ്വീകരിച്ചിരിക്കുന്നു. 5-ാമത്തെ ശ്ലോകം. എന്നാമധേയ ശ്രവണാനുകീർത്തനാദ്യുൽപ്രഹ്ണാദ്യൽ സ്മരണാദഭിക്വചിത് ശ്വാദോഭി സദ്യ സമനായ കൽപ്പതേ കുതഃപുനസ്തേ ഭഗവന്നുദർശനാത്. ഹേ ഭഗവൻ, എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങയുടെ നാമധേയത്തെ കീർത്തിക്കുകയോ ശ്രവിക്കുകയോ സ്വരൂപത്തെ സങ്കല്പിച്ച് നമസ്കരിക്കുകയോ മനസാ സ്മരിക്കുകയോ ചെയ്യുന്ന ചണ്ടാളൻ തൽക്ഷണം പൂജ്യനായി ഭവിക്കുന്നുവോ ആ അങ്ങയുടെ ആനന്ദ സ്വരൂപത്തെ സാക്ഷാത്തായി ദർശിച്ച ഞാൻ പരിശുദ്ധയും കൃതാർത്ഥയുമായി ഭവിച്ചിരിക്കുന്നു എന്ന് പിന്നെ പറയണമോ? 6-ാമത്തെ ശ്ലോകം. അഹോബദശോപജതോ ഗരീയാൻ യജ്ജിഹ്വാംഗ്രേ വർത്തതേ നാമതുഭ്യം തേ പുസ്തപസ്തേ ജുഹുഃസസ്നുരാര്യ ബ്രഹ്മാനുജുർനാമ ഗൃണന്തിയേ തേ. ഹേ ഭഗവൻ, അങ്ങയെ ഭജിക്കാതിരിക്കുന്ന ബ്രാഹ്മണാദികളെക്കാൾ നാമസങ്കീർത്തനം നിരന്തരം ചെയ്യുന്ന ചണ്ടാളൻ പൂജ്യനാകുന്നു. എന്തുകൊണ്ടെന്നാൽ നാമസങ്കീർത്തനം മറ്റുള്ള സകല യത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നു. ആരാണോ നിരന്തരം അങ്ങയുടെ നാമത്തെ ഉച്ചരിക്കുന്നത് അവർ തന്നെ ആര്യന്മാർ. അവർ തപസ്സു ചെയ്തവരും തീർത്ഥസ്നാനം ചെയ്തവരും ഹോമങ്ങളെ അനുഷ്ഠിച്ചവരും വേദം പഠിച്ചവരും പഠിപ്പിച്ചവരുമാകുന്നു. അവർ ജന്മാന്തരങ്ങളിൽ ആചരിച്ച ആ വക സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നാമസങ്കീർത്തന രൂപമായ ജപയത്നത്തിൽ മനസ്സുറച്ചു വരുന്നത്.
അത്ര മഹിമയുള്ള അങ്ങയുടെ കീർത്തിയെ ഞാൻ കീർത്തിപ്പാൻ ശക്തയാകുന്നതെങ്ങനെയാണ്? 7-ാമത്തെ ശ്ലോകം. തം ത്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസാദോസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണും കപിലം വേദഗർഭം. വിഷയങ്ങളിൽ നിന്ന് പ്രത്യാഹരിക്കപ്പെട്ട മനസ്സിൽ ധ്യാനിപ്പാൻ യോഗ്യനും സ്വപ്രകാശത്താൽ ഗുണപ്രവാഹജന്യമായ സംസാരത്തെ നിശ്ശേഷം നശിപ്പിച്ച് ഭക്തന്മാർക്ക് മോക്ഷത്തെ നൽകുന്നവനും ജ്ഞാനസ്വരൂപനും സാംഖ്യശാസ്ത്രത്തിൽ പരമപുരുഷനെന്നും പുരാണത്തിൽ വിഷ്ണുവെന്നും ഈ അവതാരത്തിൽ കപിലനെന്നും സംജ്ഞയെ ധരിച്ചിരിക്കുന്നവനും പരബ്രഹ്മമൂർത്തിയുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ദേവഹൂതിയുടെ സ്തുതി അവസാനിച്ചു. ഹരി ഓം.